പ്രണയവും വിവാഹാഭ്യർത്ഥനയും നിരസിച്ചതിൻ്റെ പേരിൽ പകവീട്ടുന്ന പ്രതികാരം ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിൽ പലപ്പോഴും ഇരകളാകുന്നത് സ്ത്രീകളായിരിക്കും. എന്നാൽ കൊല്ലം അഞ്ചലിൽ വിവാഹം മുടങ്ങിയതിന് പകവീട്ടാനിറങ്ങിയ 2 യുവതികളുടെ കഥയാണ്. ഒരു പോലീസുകാരന് നേരെയാണ് 2 അംഗ സംഘം പ്രതികാരം ചെയ്യാനിറങ്ങിയത്. അഞ്ചൽ ആർച്ചലിൽ പോലീസുകാരൻ്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൂര്യനാട് സ്വദേശിനി ആരതി, സുഹൃത്ത് ഗായത്രി എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി ആരതി പോലീസ് കസ്റ്റഡിയിൽ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ പാലവിള വീട്ടിൽ വിവേകിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബുള്ളറ്റ് രാത്രിയിൽ കത്തിച്ചത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ചിത്രങ്ങൾക്ക് വ്യക്തത കിട്ടാത്തതിനാൽ ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യുവതികൾ എത്തിയ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഓട്ടോയ്ക്ക് പൈസ കൊടുത്തതിന്റെ ഗൂഗിൾ പേയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പിന്നീട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവരുടെ ചിത്രങ്ങൾ രൂപപ്പെടുത്തുകയും ഓട്ടോക്കാരൻ ചിത്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്തതോടെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പോലീസിൽ അറസ്റ്റിലായ ആരതിയും വിവേകുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ബുള്ളറ്റ് കത്തിക്കാൻ ഇടയായതെന്നും സുഹൃത്തുക്കളായ 2 പേരും ചേർന്ന് കൃത്യം നിർവഹിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. ശനിയാഴ്ച ആർച്ചലിൽ എത്തിയ ഇവർ അവിടത്തെ ലൈബ്രറിക്ക് സമീപം ഒളിച്ചിരിക്കുകയും രാത്രിയോടെ വിവേകിന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് കത്തിക്കുകയുമായിരുന്നു. ഭീഷണി കത്തും ഒപ്പം വെച്ചിരുന്നു. വീടിന്റെ പടികളിൽ കരിയോയിലും ഒഴിച്ചിരുന്നു. സംഭവത്തിന് ശേഷം പോലീസിന് അവിടെ നിന്ന് ലഭിച്ച കത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് കാണിക്കുകയും കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.